ഇങ്ങോട്ട് വരല്ലോ. മീൻകറി ഉണ്ടാ? മീൻകറി ഉണ്ട്. അതാ പിന്നെ നാളെ ഉണ്ടാക്കി തരോ? ഉണ്ടാക്കി തരാലോ. പണിയല്ലോ. ആക്കുവാ ആക്കുവാ. എന്നാ ശരി, നമുക്ക് നാളെ ഉണ്ടയും മീൻകറി കഴിക്കാം. ഉണ്ടയാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന റേഷൻ പീടിയാന്ന് കിട്ടുന്ന പൂങ്കലരി പിന്നെ നല്ല ഇളം തേങ്ങയാണ്. അപ്പൊ ഇത് നമ്മൾ കച്ചക്കല്ലിൽ കടഞ്ഞിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പൊ എളുപ്പപ്പണിയായിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചിട്ട് കുറച്ച് വെള്ളമെല്ലാം കൂടി നമുക്ക് ഉണ്ടയാക്കാനുള്ള ഒരു പരുവത്തിന് വേണ്ടിട്ട് ആക്കലാണ്. തേങ്ങ ലേശം അരക്കാതെ ഓട്ടണം, ലേശം അരച്ചിട്ട് ഓട്ടണം, നല്ല തേങ്ങാപ്പാലെല്ലാം വരും. അപ്പൊ പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ നമ്മ ഇതെല്ലാം അരച്ചോണ്ട് വെക്കുമ്പോഴേക്കും അപ്പച്ചമ്പൽ അടുപ്പിൽ വെച്ചിട്ട് വെള്ളമൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ട് ഇതുപോലെ കുറെ റൗണ്ട് ഷേപ്പിലാക്കി ഓരോന്നായിട്ട് അങ്ങ് ഇടുക. അവസാനം ഇങ്ങനെ ചറവറാന്ന് ഇടുക, അങ്ങ് അടച്ചു വെക്കുക. അപ്പൊ ഇതിന് ഏറ്റവും ബെസ്റ്റ് കറി തലേസത്തെ മീൻ കറി ആട്ടോ. അപ്പൊ ഇനി കുറച്ച് ബാക്കിയുണ്ട് അതിന് അരച്ചു വെച്ചത്. അപ്പൊ അതിന് നമ്മ സ്പെഷ്യലായിട്ട് കുറച്ച് ബെല്ലവും തേങ്ങയിലും ഇട്ടിട്ട് അതിങ്ങനെ മുകളത്തെ തട്ടിൽ വെച്ച്. അനിയത്തി ഹസ്ബൻഡും കുഞ്ഞെല്ലാം വന്നിട്ടുണ്ടായിന്. അപ്പൊ ഹസ്ബൻഡ് തിരുവനന്തപുരംകാരനാണ്. അപ്പൊ വിചാരിച്ചു നമ്മള് കാസർഗോഡിന്റെ സ്പെഷ്യൽ ഫുഡ് തന്നെ ആക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് അപ്പൊ പിന്നെ സമ്മതിച്ചാ എന്നാ ഉണ്ടെന്നെ ആക്കാന്നിട്ട്. മീൻകറി ഉണ്ടായിനല്ലോ. അപ്പൊ ഇതുപോലെ ഉണ്ടയും മീൻകറി അല്ലെങ്കിൽ ഉണ്ടയും കടലക്കറി ഇതുപോലത്തെ പല പല വെറൈറ്റി കോമ്പിനേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഉണ്ട മിസ് ചെയ്യുന്നത് നിങ്ങളെ വീട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക.